അവർ ടി വി 24/7 സഞ്ചാരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യാത്രയും വിശേഷങ്ങളുമായി 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ബിൻമൂസ ട്രാവൽസ് ആണ് ഈ യാത്രാ വിവരങ്ങളും അതുപോലെ തന്നെ യാത്രാ ടിപ്സും ഒക്കെ നമുക്ക് തരുന്നത്. നമസ്കാരം. അവർ ടി വി 24/7 സഞ്ചാരി എന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ബിൻമൂസ ട്രാവൽസിൻ്റെ മാഡം മേരി തോമസ് ആണ്. എല്ലാവർക്കും യാത്ര ചെയ്യുമ്പം ഒരുപാട് സംശയങ്ങളാണ് വരാറുള്ളത്. അപ്പം ഇപ്പോൾ എനിക്കുള്ള സ്വാഭാവികമായൊരു സംശയമാണ് ഞാൻ മാഡത്തിനോട് ചോദിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വീൽ ചെയർ ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് വീൽ ചെയർ ഉപയോഗിക്കാം? നമ്മൾ വീൽ ചെയർ 3 തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത് അത് മെഡിക്കൽ കേസിലെടുക്കും, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഈ 60 വയസ്സിന് മുകളിലോട്ട് സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ അപ്പോഴെടുക്കും. ഇപ്പം നിങ്ങൾ കാണാറുണ്ടായിരിക്കും കൂടുതൽ നമ്പർ വീൽ ചെയർ നമ്മൾ വന്നിറങ്ങുമ്പോൾ ഒത്തിരി പേര് വീൽ ചെയറും കൊണ്ട് നിൽക്കുന്നു. വീൽ ചെയറിൻ്റെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അത്രയധികം ഇല്ലായിരുന്നു. ഇപ്പോൾ ആ നമ്പർ കൂടിയിട്ടുണ്ട്. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് നമുക്കിപ്പം ഒരു 60 ഇപ്പോൾ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും സാധാരണയായിട്ട് ഫോർമാലിറ്റിയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കാര്യമായിട്ട് വീൽ ചെയർ എടുക്കുന്നത് വന്നിട്ടുണ്ട്. നമ്മളൊരു വീൽ ചെയർ ബുക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ റിക്വസ്റ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും അവരെ എയർപോർട്ടിൽ നമ്മൾ ടിക്കറ്റ് ചെക്ക് ഇൻ ചെയ്ത സമയം തൊട്ട്, കൊച്ചിയാണ് തിരുവനന്തപുരമാണ് എവിടെ വന്നാലും ആ സമയം തൊട്ടിട്ട് വീൽ ചെയറിൻ്റെ വീൽ ചെയറുമായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടാവും. ആ സ്റ്റാഫ് അക്കമ്പനി ചെയ്ത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ബോർഡിംഗ് ഗേറ്റ് വരെ കൊണ്ടാക്കും. അപ്പോൾ അവിടുത്തെ നമ്മളിങ്ങോട്ട് പോരുന്നതിനുള്ള ഹാസൽസ് എല്ലാം തീർന്നു. ഇവിടെ വന്നുമ്പം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെ നേരെ വീൽ ചെയറുമായിട്ട് ആൾ നിൽക്കും. അപ്പോൾ ആളുടെ പേര് നോക്കിയിട്ട് ആ വീൽ ചെയറിലോട്ട് കയറി ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്കോ അച്ഛനോ ഉള്ള ജോലി. അപ്പം നമ്മൾക്ക് എന്തൊരു സമാധാനമാണ് കാത്തിരിക്കുന്നവർക്ക്. അവർ ഇമിഗ്രേഷൻ കഴിഞ്ഞു, ഇപ്പോൾ പുതിയതായിട്ട് വിസിറ്റ് വിസയിൽ വരികയാണ്, ഐ ടെസ്റ്റ് ഉണ്ട്, ആ വിസയുടെ ഡീറ്റെയിൽസ് പുതിയ വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് വേറെ ക്യൂ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും അവർ അറിയണ്ട. പുതിയൊരു രാജ്യത്തേക്ക് ചെല്ലുകയല്ലേ, അവിടുത്തെ ഒരു ഫോർമാലിറ്റി അറിയാതെ ഇവരെ പുറത്ത് കാത്തു നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തിക്കും. സേഫായിട്ട് എത്തിക്കും. അല്ല, ഇതിന് എന്തെങ്കിലും പ്രത്യേക ചാർജോ അങ്ങനെ എന്തെങ്കിലും? അത് ചാർജ് ഉള്ളത് ആകെപ്പാടെ എയർ അറേബ്യയ്ക്ക് മാത്രമേ ചാർജ് ഉള്ളൂ. അവർ ചാർജ് ചെയ്യുന്നുണ്ട് ഒരു സെഗ്മെന്റിന്. അതായത് ഇപ്പം നമ്മൾ കൊച്ചി ടു അബുദാബി വരുന്നു എന്ന് വിചാരിച്ചു, അതിന് 50 dirhams കൊടുക്കണം. പക്ഷേ നമ്മൾ കൊച്ചിയിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും കൊച്ചി ടു അബുദാബിക്ക് 50 കൊടുക്കണം. അബുദാബിയിൽ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന വീൽ ചെയർ ഉണ്ടല്ലോ, അപ്പോൾ അത് 2 സെഗ്മെന്റായിട്ട് വരും. അതിനും കൊടുക്കണം. അവിടെയും കിട്ടുന്നുണ്ട്, ഇവിടെയും കിട്ടുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അത് 50 + 50 100 കൊടുക്കണം. അതല്ല, കൊച്ചിയിൽ നമ്മൾ നടന്ന് കയറാനുള്ള ദൂരം ഉള്ളത് കൊണ്ട് അവിടെ എടുക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ 50 മാത്രം അവിടെ കൊടുത്താൽ മതി. അത് അവിടെ കൊടുക്കണം. അങ്ങനെയുണ്ട്. അതല്ല, ഇൻഡിഗോയ്ക്ക് ചാർജ് ഇല്ല, എയർ ഇന്ത്യ എക്സ്പ്രസിന് ചാർജ് ഇല്ല, ഇത്തിഹാദിന് ചാർജ് ഇല്ല. ഇത്തിഹാദിനും ചാർജ് ഇല്ല. അപ്പോൾ പിന്നെ അത് നിങ്ങൾ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം കൊച്ചുകുട്ടികൾക്ക് കിട്ടത്തില്ല. വീൽ ചെയർ വേണം, അത് കുട്ടി ഒറ്റയ്ക്ക് പോകുന്ന വീൽ ചെയർ ഫെസിലിറ്റി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല. അതേ സമയത്ത് നമ്മൾക്ക് അങ്ങനെ വീൽ ചെയർ നിങ്ങൾ ടിക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ ചോദിച്ചു കഴിയുമ്പോൾ ഏത് സാഹചര്യത്തിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് അവർ പറഞ്ഞു തരുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് നിങ്ങൾ വീൽ ചെയർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ വീൽ ചെയർ കൺഫേംഡ് എന്ന് എഴുതി കാണിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇതിൽ വീൽ ചെയർ കൺഫേം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നമുക്ക് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നില്ലെങ്കിൽ അതിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ മേരി തോമസ് ചേച്ചിയാണ്. ബിൻമൂസ ട്രാവൽസ് ആണ് നമുക്ക് ഈ ട്രാവൽ ടിപ്സ് തരുന്നത്. ഏതായാലും എനിക്കിത് പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്കാരം.